ഇനി ഗോൾ കീപ്പർ കാര്യം കുറച്ചുകൂടി പറയുകയാണെങ്കിൽ പുള്ളി 40 വർഷമായി കളിച്ചുകൊണ്ടിരിക്കുന്നത് വിരമിച്ചിട്ടില്ല. പുള്ളിയുടെ പൊസിഷനിങ്, എക്സ്പീരിയൻസ്, ബ്രില്യൻസ്, ബ്രേവ്നെസ് എല്ലാം ചേർന്ന കളിയായിരുന്നു അത്. നല്ല അടിപൊളി ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ക്വാളിറ്റി ഗോൾ കീപ്പിംഗ്. ഇങ്ങനത്തെ ഒരു ടീം വളരെ സ്മാർട്ടായിട്ട് വേൾഡ് കപ്പിൽ വന്ന് കളിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ടീമിന് പെട്ടെന്ന് ആരൊക്കെ കളിക്കണമെന്ന് മനസ്സിലാവില്ല. ഇപ്പോൾ നമ്മൾക്ക് പോലും ടി വിയിൽ കാണുമ്പോൾ ഏതൊക്കെയാണ് ആരൊക്കെയാണ് ഇതിലെ കളിക്കാർ എല്ലാവരും ഒരുപോലെ പല ഡ്യൂട്ടീസ് ചെയ്ത് അവിടെ പോകുന്നത് കാണാം. ശരിക്കും ഗോൾ കീപ്പർ മഞ്ഞ ജേഴ്സി ആയിരുന്നെങ്കിൽ ശരിക്കും ഒന്നും തിരിച്ചറിയില്ല. നമുക്ക് 2 പ്ലേയേഴ്സുള്ള പോലെ ഒന്ന് ഗോൾ കീപ്പറും ബാക്കി എല്ലാവരും കൂടി ഒരു ടീമായിട്ട് സ്പിരിറ്റ് അവിടെ കളിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഈ യമാലിനെ ഇറക്കാൻ കുറച്ച് വൈകി എന്ന് പറഞ്ഞാൽ യമാലൊക്കെ അല്പം ഇഞ്ചുറിയിലാണെന്ന് തോന്നുന്നു. അപ്പോൾ യമാൽ ഇല്ലെങ്കിൽ ഇങ്ങനെയാണോ ഫ്രാൻസിൻ്റെ അവസ്ഥ എന്ന് ഫ്രാൻസ് ചിന്തിക്കണം. പിന്നെ അത് മാത്രമല്ല, യമാൽ ഇറങ്ങിയ ശേഷം യമാൽ വളരെ ഭംഗിയായിട്ട് കളിക്കുന്ന ഒരാളാണ്. പക്ഷെ അതിനനുസരിച്ച് ആ കോച്ച് വിചാരിച്ചിട്ടുണ്ടാവും യമാൽ വരുമ്പോഴേക്ക് ഇങ്ങനെ ഡിഫെൻസ് ചെയ്യാൻ, അതായത് ബോൾ നഷ്ടം ആക്കാതെ ഫൗൾ വഴങ്ങാതൊക്കെ ഡിഫെൻഡ് ചെയ്യുമ്പോൾ ഭയങ്കര ടയർഡാവും. നമ്മൾ ഈ ഫുട്ബോൾ കോഴിയൊക്കെ കളിക്കുമ്പോൾ കുറച്ച് കളിച്ച് നോക്കി നമുക്ക് പെട്ടെന്ന് മാനസികമായിട്ടൊരു മടുപ്പ് വരും. ഫിസിക്കൽ തരത്തിൽ മാനസികമായിട്ട് നമുക്കൊരു മടുപ്പ് വരും. പക്ഷെ ഇവർ ഒരിക്കലും അത് ചെയ്തിട്ടില്ല. ഇവർ വളരെ സ്പിരിറ്റഡ് ആയിരുന്നു. ചില സമയത്തൊക്കെ ഡിഫെൻസ് ചെയ്തിട്ട് ഒരു എൻജോയ് ചെയ്യുമ്പോൾ അതൊരു ഒരു ഒരു പ്ലെയർ ഇങ്ങനെ കാണികളോട് സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് പോലെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. യമാൽ വന്നപ്പോൾ അതേ സ്പീഡിൽ അതേ പേസിൽ കവർ ചെയ്തു. ആദ്യം ഒറ്റയ്ക്ക് പറ്റാത്തപ്പോൾ കൂടെ സപ്പോർട്ട് ചെയ്യാൻ ആൾ പോയിട്ട് യമാലിനെ അവർ പൂട്ടിയിട്ടുള്ള സമയത്ത് തന്നെ പൂട്ടിയിട്ടുണ്ട് അവർ.